പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ് എന്ന താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അലക്സാണ്ടർ കൊയ്ഫ് ഡ്യൂറന്റ് കപ്പിൽ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അലക്സാണ്ടർ കൊയ്ഫ് അല്പം വൈകിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ട്രെയിനിങ് എല്ലാം നടത്താൻ ഒരുപാട് സമയമൊന്നും താരത്തിന് ലഭിച്ചിരുന്നില്ല. നിലവിലിപ്പോൾ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട്. താരത്തിന്റെ ട്രെയിനിങ് ചിത്രങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന 23-ന് ബംഗളൂരു FC-ക്കെതിരെയാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരമായതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ചിന്തിക്കേണ്ടതില്ല. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ രണ്ട് ടീമുകളും മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 23-ന് വാശിയേറിയ പോരാട്ടമായിരിക്കും കാണാൻ സാധിക്കുക എന്നുള്ളതിൽ സംശയമില്ല. പലരുടെയും സംശയമാണ് അലക്സാണ്ടർ കൊയ്ഫ് അടുത്ത മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളത്. നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് അലക്സാണ്ടർ കൊയ്ഫിനെ ഡ്യൂറന്റ് കപ്പ് സ്ക്വാഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത ബംഗളൂരു FC-ക്കെതിരെയുള്ള മത്സരത്തിൽ താരം കളത്തിലിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അലക്സാണ്ടർ കൊയ്ഫിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആദ്യ മത്സരമായിരിക്കും അടുത്ത ബംഗളൂരു FC-ക്കെതിരെയുള്ള മത്സരം. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മലയാളി താരമായിട്ടുള്ള വിപിനും ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഡിമിട്രോസ് ഡിമാന്റാക്കോസിന്റെ പകരക്കാരനെ ടീമിലേക്ക് എത്തിക്കാനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സീസൺ തുടങ്ങാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈനിങ് ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് 3 സ്ട്രൈക്കേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. 2 അർജന്റീൻ സ്ട്രൈക്കേഴ്സിനെയും ഒരു ജർമ്മൻ സ്ട്രൈക്കറിനെയും ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നത്. ഈ താരങ്ങളൊക്കെ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് മാർക്കസ് മർഗിലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിലൊരു താരം കഴിഞ്ഞ യൂറോപ്പ ലീഗിലൊക്കെ കളിച്ചുള്ള ഒരു താരമാണ് എന്ന് മാർക്കസ് പറയുന്നുണ്ട്. നിലവിൽ IFT ന്യൂസ് മീഡിയ പോലത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഫോറിൻ സ്ട്രൈക്കറിന്റെ ഒരു സൈനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാർത്തകൾ പുറത്തു വരുന്നത് പ്രകാരം ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.